ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പച്ചപ്പുളി വെച്ചിട്ടൊരു മോരുകറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതാണ് പച്ചപ്പുളി. ഇപ്പോൾ പുളിയുടെ സീസണാണല്ലോ, നമുക്ക് പുളി വെച്ചിട്ടൊരു മോരുകറി ഉണ്ടാക്കി നോക്കാം. പുളി നെടുകെ കീറിയിട്ട് അതിൻ്റെ ഉള്ളിലെ കുരു അടർത്തിയെടുക്കണം. അങ്ങനെ അടർത്തിയെടുത്തതാണിത്. ഇതിൻ്റെ കുരുവാണിത്. ഇത് നമുക്ക് വേണ്ട. കുരു കളഞ്ഞ പുളിയാണ് വേണ്ടത്. കുരു കളഞ്ഞ പുളി ഒരു പാത്രത്തിലിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. 5 മിനിറ്റ് തിളപ്പിക്കുമ്പോൾ തന്നെ നന്നായിട്ട് വേകും. അപ്പോൾ നമുക്ക് തീ കത്തിച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. പുളി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒഴിച്ച വെള്ളമൊക്കെ കുറുകി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കാം. എല്ലാം ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. പെട്ടെന്ന് വെന്ത് കിട്ടും പുളി ആയതുകൊണ്ട്. ഒരു 5 മിനിറ്റ് തിളപ്പിച്ച് എടുത്താൽ മതി. ഇനി മോര് കാച്ചണയിലേക്ക് തേങ്ങ ചിരവിയതാണിത്. ഒരു അരമുറി തേങ്ങ, ചെറിയ ജീരകം ഒരു 1/4 ടീസ്പൂണ്, 2 വെളുത്തുള്ളിൻ്റെ അല്ലി, 3 ചെറിയ ഉള്ളിയുടെ അല്ലിയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് എല്ലാം കൂടി നമുക്കൊരു മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. മിക്സിയിലിട്ട് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം. നന്നായി അരിഞ്ഞ് കിട്ടണം. നമ്മൾ പുളി വെന്തത് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഉടച്ച് നമുക്കൊരു അരിപ്പയിൽ പിഴിഞ്ഞ് എടുക്കാം. ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ഒരു പാത്രം എടുത്തിട്ട് അരിപ്പ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ച പുളി ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഉടച്ചെടുത്താണ്. അപ്പോൾ അതിൻ്റെ ചണ്ടി തൊലിയെല്ലാം കൂടെ അരിപ്പയിൽ ആയിട്ടുണ്ട്. ഇനി അതിനെ നന്നായിട്ട് ഞെരടി പിഴിഞ്ഞിട്ട് ഇതിൻ്റെ ചാറ് മാത്രമാണ് നമുക്ക് വേണ്ടത്. ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഫുള്ളായിട്ടും നമുക്ക് അരിച്ചെടുക്കാം. പരിപ്പയിൽ നന്നായിട്ട് അരിച്ചെടുത്ത് നല്ല കുഴമ്പ് പോലത്തെ ചാറ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ അല്പം വെള്ളം കൂടി ചേർത്തിട്ടാണ് പാത്രത്തിൽ ഒഴിച്ച് കാച്ചിയെടുക്കേണ്ടത്. നമുക്കത് അടുപ്പിൽ വെച്ച് കാച്ചാൻ തുടങ്ങാം. ഈ പാത്രം അടുപ്പിൽ വെച്ച് നമ്മൾ പിഴിഞ്ഞെടുത്ത പുളിയുടെ ചാറ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറുകൽ കൂടുതലുണ്ടെങ്കിൽ അല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് തിളപ്പിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കണം. നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കിയിട്ട് നന്നായിട്ട് അതും തിളച്ച് വരണം. കുറുകലുണ്ടെങ്കിൽ അല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ആ മിക്സി ഒന്ന് കഴുകിയെടുത്താൽ മതി. അതിൽ തേങ്ങൻ്റെ അടിച്ചതുണ്ടാവും. അപ്പോൾ അതൊന്ന് ചുവറ്റിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. തേങ്ങ ഒഴിച്ച് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കാം. ഇതിലേക്ക് കടുക് വറുത്തൊഴിക്കണം. കടുക് വറുക്കാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പും അതിലേക്ക് ഇട്ട് കൊടുക്കുക.
ഇനി കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ പുളി കൊണ്ടുണ്ടാക്കിയ മോര് കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. അങ്ങനെ പുളി കൊണ്ട് മോര് കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ പുളിൻ്റെ സീസണാണ്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ചോറിന് നല്ലൊരു കറിയാണ്. മോരുണ്ടെങ്കിൽ മാത്രം മോര് കാച്ചാമെന്ന് നമ്മുടെ ഒക്കെ വിചാരം. പക്ഷേ പച്ചപ്പുളി ആയാലും മോര് കാച്ചിയെടുക്കാം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോസുമായി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.